ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ പുളിച്ചിക്ക സീസണാണ്. ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുളിച്ചിക്കയെല്ലാം വേസ്റ്റായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളാരും പുളിച്ചിക്ക വേസ്റ്റാക്കി കളയരുത്, അച്ചാറിടണം. അച്ചാറിൽ ഏറ്റവും ടേസ്റ്റ് പുളിച്ചിക്ക അച്ചാറാണ്. എങ്ങനെയാണ് പുളിച്ചിക്ക അച്ചാർ ഇടുന്നതെന്ന് നോക്കണേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് കീറി മൺചട്ടിയിൽ ഉപ്പിട്ട് വെക്കണം. ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേന്ന് അത് ഒരു അരിപ്പത്ത് അരിച്ച് വെച്ചിട്ട് പേപ്പർ വിരിച്ച് ചെയ്യണം ഇത് ഉണക്കാൻ. കാരണം സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും നിങ്ങൾ ഉപ്പിട്ടും വെക്കരുത്, ഉണക്കാനും വെക്കരുത്. പാത്രം ഇല്ലാതായി പോവും. ഭയങ്കര എഫക്റ്റല്ലേ, ഇരുമ്പ് സത്ത് കൂടുതലാണ് പുളിച്ചിക്കയിൽ. എന്നിട്ട് കടുവും കരിവേപ്പിലയും താളിക്കുന്നത് ഇരുമ്പ് ചട്ടിയിലായിരിക്കണം, അലുമിനിയം ചട്ടിയിൽ വെക്കരുത്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നല്ലെണ്ണ വീത്തി കടുവും കരിവേപ്പിലയും പൊട്ടിച്ചിട്ട് അടുപ്പ് ഓഫാക്കിയിട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായൽപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്നേന്ന് അടുപ്പ് ഓണാക്കിയിട്ട് നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന പുളിച്ചിക്കയെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വിനീഗറും ഒരു അര സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്നുകൂടെ നല്ല മിക്സാക്കി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ് പുളിച്ചിക്കയുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് വേറെ ഒരു അച്ചാറിലും ഇല്ല. ഇതെല്ലാവരും നിങ്ങൾ പുളിച്ചിക്ക വേസ്റ്റാക്കാതെ ഇതുപോലെ ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്.